ഹായ് മച്ചാന്മാരെ, നമ്മുടെ ഒരു കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഹോളി ആശംസ നേരുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോളി പൗഡേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറിയ തോതിൽ അതായത് നമ്മൾ 3 രൂപയ്ക്ക് കിട്ടുന്ന നമ്മുടെ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ എമൗണ്ട് നമ്മൾ ഹോളി പൗഡേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും തിരിച്ചെടുത്ത് കാണുക, സപ്പോർട്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതിനായിട്ട് നമ്മൾ 3 ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 കളേഴ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നീല കളറാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത്. അതായത് ഇതിന് പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ 3 കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പച്ച, നീല, മഞ്ഞ. സാധാരണ നമുക്ക് ചുവപ്പായിരുന്നു വേണ്ടത്. അതായത് ചുവപ്പ്, നീല, മഞ്ഞ ഇവ 3മാണ് പ്രാഥമിക വർണ്ണങ്ങൾ നമ്മൾ അറിയപ്പെടുന്നത്. അതായത് പ്രൈമറി കളേഴ്സ്. ഇത് 3 തന്നെ നമ്മൾ ഏതൊക്കെ കളേഴ്സ് നമ്മൾ മിക്സ് ചെയ്താലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. മച്ചന്മാരെ, അത് മാത്രമല്ല, നമുക്ക് ഈ 3 കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തും കൂടിയാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ 3 കളേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ കിട്ടും. അതിനെയാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. അതായത് തൃതീയ വർണ്ണങ്ങൾ. അപ്പോൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഒരു കളർ വീൽ എന്ന് പറയുന്നത് 12 കളേഴ്സ് ചേരുന്നതാണ്. മാത്രമല്ല ഈ 12 കളേഴ്സ് ഈ 3 കളേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അന്നേരം നമ്മുടെ വീഡിയോ എന്നത് ഇത് മാത്രമാണ്. പക്ഷേ നമ്മൾ കളേഴ്സിനെ പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിലിംഗ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ബേസിക് ആയിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളേഴ്സിൻ്റെ ആ ഒരു പൗഡർ ഉണ്ടാക്കാനുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉപകാരപ്പെടുന്നത് നമ്മൾ അത്തപ്പൂളൊക്കെ ഇടുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ഹോളിക്കൊക്കെ നമ്മൾ ഈ കളേഴ്സ് ഇത് ഉപകാരപ്പെടും. പക്ഷേ എന്നിരുന്നാലും വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ആഡ് ചെയ്താൻ എടുത്തിരിക്കുന്ന സംഭവം വെച്ചാൽ കോൺഫ്ലവർ ആണ്. അപ്പോൾ ഇതും നമ്മൾ അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന ഈ കളർ നമ്മളിത് കട്ടിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളൊരു നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ടിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇത് കട്ടിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോളി പൗഡർ ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഹോളിക്ക് മാത്രമല്ല കേട്ടോ, ഇത് നമ്മൾ അത്തപ്പൂക്കൾ ഇടുന്ന സമയത്ത് നമുക്ക് വളരെ കുറഞ്ഞ ലെവൽ, അതായത് ഒരു ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മളിത് ഉണക്കി സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. ഇത് നമ്മളിത് പൊടിച്ചാൽ മാത്രം മതി. പക്ഷേ നമ്മൾ കൈ കൊണ്ട് പൊടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തരി കിടക്കും. പക്ഷേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സർ സഹായത്തിന് പൊടിക്കണം. അപ്പോൾ നമ്മളിത് മിക്സർ സഹായത്തെ നമ്മളിത് പൊടിച്ച് പൗഡർ ആക്കാൻ പോകുന്ന അടുത്ത പരിപാടി. ഗൈസ്, അപ്പോൾ നമ്മുടെ 3 കളേഴ്സ് നമ്മൾ ഇതാണൊക്കെ പൊടിച്ച് സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. നമ്മൾ വളരെ അടിപൊളിയായിട്ട് നമ്മൾ പൊടിച്ചിട്ടേക്കുന്നത്. അപ്പം വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മെത്തേഡാണിത്. അപ്പം നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മൾ ഇത് കലക്കെടുത്ത ഗ്ലാസ്സിനകത്ത് കമ്പനികളുടെയൊക്കെ പരസ്യങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ പ്ലാൻ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ കളയാന്നുള്ളതാണ്. നമ്മൾ കുറേ മെത്തേഡ് ചെയ്ത് നോക്കിയായിരുന്നു. നമ്മളിത് ക്രാച്ച് ചെയ്തൊക്കെ നോക്കി, പിന്നെ നമ്മൾ അതൊക്കെ സാൻഡ് പേപ്പർ വെച്ച് നമ്മൾ ഉരച്ചൊക്കെ നോക്കി. അപ്പോൾ ഗ്ലാസ്സിനകത്ത് പോറലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഗൂഗിളിനകത്തൊക്കെ അന്വേഷിച്ച് നമുക്ക് ഇതിന് നടുവിൽ ഒരു മെത്തേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കളർ എങ്ങനെയാണ് നമ്മൾ കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹോളി കളേഴ്സിൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഒരു